സോഷ്യൽ സയൻസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന പാഠത്തിലെ ഈ രണ്ട് പ്രധാന ചോദ്യങ്ങൾ കൂടിയാണ് പറയുന്നത്. രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ലോക്പാൽ ആൻഡ് ലോകായുക്ത. ലോക്പാൽ ലോകായുക്ത ഇതിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ 4 സ്കോറിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. ഈ 4 സ്കോർ നമുക്ക് മുഴുവനായും മേടിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഒരു ഷോർട്ട് നോട്ടാണ് അല്ലേ, ഷോർട്ട് നോട്ട് ഒരു കുറിപ്പാണ്. അതുകൊണ്ട് നമുക്ക് അതെന്ത് എങ്ങനെ എഴുതണം, ഒരു പാരഗ്രാഫായിട്ട്, ഒരു ചെറിയ പാരഗ്രാഫായിട്ടാണ് എഴുതേണ്ടത്. നോക്കാം. The national level institution is meant to prevent corruption is ലോക്പാൽ. അതായത് ലോക്പാലിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. എന്താണ് ദ നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ? ഒരു ദേശീയ തലത്തിലുള്ള സ്ഥാപനമാണ്. എന്തിനുള്ള സ്ഥാപനം? പ്രിവെന്റ് കറപ്ഷൻ അല്ലേ, എന്താണ് അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ലോക്പാൽ. മനസ്സിലായോ? ഇനി അതിന്റെ ഫങ്ഷൻസ്. Lokpal has the power to register cases on issues of corruption against employees and public workers and can suggest necessary actions. അതായത് പൊതുഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കണ്ടോ, corruption against employees and public workers and can suggest necessary actions. അതായത് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന വർക്കേഴ്സ്, എംപ്ലോയീസ്, അവർക്കെതിരായി അവരെന്തെങ്കിലും തരത്തിലുള്ള അഴിമതി ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരായി നമുക്ക് ലോക്പാലിൽ കേസ് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന കേസിന് അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും. ആർക്ക്? ലോക്പാലിന്. ലോക്പാലിൽ നമ്മൾ ഒരു അഴിമതി കേസ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ അവർക്ക് ആ കേസിന് അതുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷൻ എടുക്കാനുള്ള അധികാരം ലോക്പാലിനുണ്ട്. മനസ്സിലായോ? ഇനി അടുത്തത് ലോകായുക്ത. ലോകായുക്ത ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ടു ഹിയർ ദ കറപ്ഷൻ കേസസ്. ഇത് നമ്മൾ പറഞ്ഞു, ലോക്പാൽ നാഷണൽ ലെവൽ കറപ്ഷൻ ആണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇത് ലോകായുക്ത സ്റ്റേറ്റ് ലെവലിലുള്ള കറപ്ഷനാണ് അന്വേഷിക്കുന്നത്. അതായത് സംസ്ഥാന തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ അഴിമതി നടത്തുകയാണെങ്കിൽ അതിനെതിരായിട്ട് നമുക്ക് ലോകായുക്തയിൽ കേസ് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതേ ഇപ്പൊ ലോക്പാൽ ചെയ്യുന്നത് പോലെ തന്നെ അതിനും ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും. നോക്കാം. ബോത്ത് ഓഫ് ദം ഫോളോ ജുഡീഷ്യൽ പ്രൊസീജിയേഴ്സ്. അതായത് ലോക്പാൽ ആണെങ്കിലും ലോകായുക്ത ആണെങ്കിലും രണ്ടും നിയമപരമായ നടപടിക്രമങ്ങളിലൂടെയാണ് ഫോളോ ചെയ്യുന്നത്. കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നത് നിയമപരമായി തന്നെയാണ് കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. ലോകായുക്തയുടെയും ലോക്പാലിന്റെയും ചെറിയ ഒരു നോട്ട് എഴുതാൻ പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്ക് എന്തായാലും കിട്ടും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് മെന്റ് ബൈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? പോയിന്റ് ഔട്ട് സിഗ്നിഫിക്കൻസ്. പൊതുഭരണം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പൊതുഭരണം. പൊതുഭരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? According to Gladden, public administration is concerned with the administration of the government. ഗ്ലാഡന്റെ അഭിപ്രായത്തിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അഥവാ പൊതുഭരണം എന്നാൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഗവൺമെന്റ്. എന്താ? ഗവൺമെന്റിന്റെ ഭരണവുമായി ബന്ധപ്പെട്ടതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഗ്ലാഡൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. എന്താണ്? ഗവൺമെന്റിന്റെ ഭരണവുമായി ബന്ധപ്പെട്ടതാണ് പൊതുഭരണം. ഇനി അതിന്റെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ്, അത് അർത്ഥമാക്കുന്നത് എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ്, ഫോർമുലേറ്റ് ഗവൺമെന്റ് പോളിസീസ്. അതായത് ഗവൺമെന്റിന്റെ നയങ്ങൾ രൂപീകരിക്കുന്നു. ഇനി രണ്ടാമത്തെ പോയിന്റ്, എൻഷുർ വെൽഫെയർ ദ പീപ്പിൾ. അതായത് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നു. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻസ് ടു പബ്ലിക് ഇഷ്യൂസ്. എന്തെങ്കിലും പൊതു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ പരിഹാരം കണ്ടെത്തുന്നു. ഇനി ലാസ്റ്റ് പോയിന്റ്, പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളും സേവനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നു, ലഭ്യമാക്കുന്നു.
ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൽ വരുന്ന കാര്യങ്ങൾ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണ് എന്ന് എഴുതുക. ആദ്യം തന്നെ അതിന്റെ ഒരു ചെറിയൊരു ഷോർട്ട് നോട്ട് എഴുതുക. ഇനി അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താന്ന് ഓരോ പോയിന്റ് എടുത്ത് എഴുതാം.